ഹോർമുസ് കള്ളടുക്കിൽ ഇന്ത്യൻ കപ്പലിന് നേരെയുണ്ടായ ഇറാൻ ആക്രമണത്തിൽ ഇറാൻ അംബാസഡറെ പ്രതിഷേധമറിയിച്ച് ഇന്ത്യയിലെ ഇറാൻ പ്രതിനിധി ഡോക്ടർ മുഹമ്മദ് ഫത്താലിയെ വിളിച്ചാണ് പ്രതിഷേധമറിയിച്ചത്. ആക്രമണമുണ്ടായ ജഗ് അർണവ് എന്ന കപ്പലിലെ ജീവനക്കാർ സുരക്ഷിതരെന്ന് UK മാരിടൈം ട്രേഡ് ഓപ്പറേഷൻ സെന്റർ അറിയിച്ചു. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. അർജുൻ, കടുത്ത നിലപാടിലാണല്ലോ ഇന്ത്യ, വിവരങ്ങൾ. ഉന്മേഷ്, ഇപ്പോൾ ഒരു വിശദീകരണ കുറിപ്പ് വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയിട്ടുണ്ട്. ആ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ, ആ പത്രക്കുറിപ്പിൽ പറയുന്നുണ്ട്, സ്ഥിരീകരിക്കുന്നുണ്ട് ഈ ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ നടന്നിട്ടുള്ള ആക്രമണം. അതിനപ്പുറത്തേക്ക് ഇറാന്റെ ഇന്ത്യയിലെ പ്രതിനിധിയെ വിളിച്ചു വരുത്തി ആശങ്ക രേഖപ്പെടുത്തിയത്, അതൃപ്തി രേഖപ്പെടുത്തിയതെല്ലാം തന്നെ അതിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇറാൻ പ്രതിനിധിയായിട്ടുള്ള ഡോക്ടർ മുഹമ്മദ് ഫത്താലിയെയാണ് വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തിയത്. ഏകദേശം ഒരു അരമണിക്കൂർ നേരത്തെ കൂടിക്കാഴ്ച ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയുമായിട്ടായിരുന്നു ഉണ്ടായത്. ഈ കൂടിക്കാഴ്ചയിൽ ഇന്ത്യ ആശങ്ക രേഖപ്പെടുത്തി, അതൃപ്തി രേഖപ്പെടുത്തി. മാത്രമല്ല, ഇന്ത്യയുടെ സന്ദേശം ഇറാനിലെ അധികൃതരെ അറിയിക്കാൻ വേണ്ടിയിട്ടും ഇന്ത്യയിലുള്ള പ്രതിനിധിയോട് പറഞ്ഞിട്ടുണ്ട്. അതായത് കഴിഞ്ഞ കുറച്ച് നാളുകളിൽ ഇന്ത്യൻ കപ്പലുകൾക്ക് സുരക്ഷിതമായിട്ടുള്ള ഒരു വഴി തുറന്നു നൽകിയിട്ടുണ്ടായിരുന്നു ഇറാൻ ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ആ ഒരു നടപടി വീണ്ടും പുനരാരംഭിക്കണം. ഹോർമുസിലൂടെ കടന്നു വരുന്ന ഒരു ഇന്ത്യൻ കപ്പലുകൾക്കും നേരെ ആക്രമണം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി ഇന്ത്യ ഈ ഒരു ഘട്ടത്തിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയിട്ടുള്ള ആ ഒരു പത്രക്കുറിപ്പിൽ പറയുന്നത്. അതേസമയം തന്നെ ഈ UK മാരിടൈം ഏജൻസിയുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യൻ കപ്പലുകളിലെ നാവികർക്ക് യാതൊരു കുഴപ്പവുമില്ല, അവർക്ക് പരിക്കുകളൊന്നും തന്നെയില്ല. നേരിയ ആക്രമണം ഉണ്ടായത്. ഈ ആക്രമണത്തിന് ശേഷം 2 കപ്പലും മടങ്ങിപ്പോയി എന്നുള്ള കാര്യം കൂടിയാണ് UK മാരിടൈം ഏജൻസി വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.